എടാ മോനെ, ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നു എന്നുള്ളൊരു പാട്ടില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു മീൻ ചോദിച്ചു കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ ചേച്ചി മീൻ കൂടയിലുള്ള എല്ലാ മീനും ഇതേ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. മോനെ ഇതിന്ന് സെലക്ട് ചെയ്യുന്ന പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യാനാണ്, ഇത് മുഴുവൻ നോക്കി എന്ന് ചേച്ചിനോട് പേര് ചോദിക്കാന്നല്ലാതെ പല മീനിന്റെയും പേര് എനിക്കറിയില്ല കേട്ടാ. മുളകിട്ട് വറ്റിച്ചത്, പാലൊഴിച്ചത്, പിന്നെ മീൻ അങ്ങനെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കിത് അത് ഇത് ഇങ്ങനെയെന്നൊക്കെ പറയാനേ പറ്റുള്ളൂ, കാരണം പല മീനിന്റെയും പേര് നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി തന്നെ അങ്ങോട്ട് പറയും ഇത് എന്തൊക്കെയാണ്. കാളാഞ്ചി, മാന്തള്, കരിമീൻ, സാൽമൺ, വറ്റ, പിലോപ്പി, ഏരി, കാളാന്തര പീസ്, കാളാന്തര വാല്, അയല, ആവോലി, നട്ടറ്, കാളാഞ്ചി തേങ്ങാപ്പാൽക്കറി, കേരമുളകിട്ടത്, കക്ക, ഉണക്കമീൻ പൊടി, കൊഴുവപ്പീഴ, പ്രോൺസ്, കൂന്തല്, ഉണക്കച്ചെമ്മീൻ, തലക്കറി. എടാ മോനെ, ദേ ചേച്ചി മീനിന്റെ പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലോ സത്യം പറയാ ഒരു ഇടി വെട്ടി മഴ പെയ്ത് തോർന്ന പോലെയാണ്. കാരണം അത്രയും മീനുകളുടെ പേര് പറഞ്ഞ് ഇതിനകത്ത് കറികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം. പക്ഷെ ഇതൊക്കെ ഫ്രൈ ചെയ്ത് വരാൻ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോറ് വന്നിട്ടുണ്ട് നല്ല വാഴ ഇലയിൽ, അത്യാവശ്യം നല്ല പച്ചക്കറികളൊക്കെ ആയിട്ട്. ഇതൊക്കെ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫ്രൈ വരും. അപ്പോൾ അതൊക്കെ മുമ്പ് നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കക്ക ഫ്രൈ, അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റ്, അതുപോലെ പാൽ കറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചോറൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിക്കാനുള്ള പുറപ്പാടിൽ നല്ല വിശപ്പുണ്ട്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ സൈഡിൽ വെച്ചേക്കുന്ന 2 കറികളുണ്ട്. അതായത് സാമ്പാറും മീൻചാറും. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ മീൻചാറ് ഇത് അടിപൊളിയാണ് കേട്ടോ, നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ചെമ്മീൻ റോസ്റ്റും കൊള്ളാം. അപ്പോൾ ഈ സ്ഥലം മറക്കണ്ട, ഡാലു അമ്പാട്ടുകാവിലുള്ള മീൻചട്ടി. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.